മലയാളം വെബ് സീരീസായ ഫാർമ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇതിപ്പോൾ റിലീസായിരിക്കുന്നത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസാണ്. അതിന്റെ പ്രധാന കാരണം അതിന്റെ സ്റ്റോറി കോണ്ടന്റ് തന്നെയാണ്. കോമൺ പീപ്പിളിന് അറിയാത്ത മരുന്ന് വ്യവസായത്തിന്റെ ഇരുണ്ട വശങ്ങളാണ് ഈ സീരീസിൽ വെളിപ്പെടുത്തുന്നത്. പുതിയ മരുന്നുകൾ മനുഷ്യരിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ കമ്പനികൾ എങ്ങനെ ലംഘിക്കുന്നുവെന്നും പാവപ്പെട്ടവരെയും നിസ്സഹായരായവരെയും എങ്ങനെ ഇതിനായി ഇരകളാക്കുന്നുവെന്നും ഈ സീരീസിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്ന് ശരിക്കും പറഞ്ഞ ഈ വെബ് സീരീസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രോഗിക്ക് ആവശ്യമായ മരുന്നാണോ അതോ കമ്പനികൾ നൽകുന്ന കമ്മീഷനും സമ്മാനങ്ങളും മോഹിച്ച് ഡോക്ടർമാർ എഴുതുന്ന മരുന്നാണോ നാം വാങ്ങുന്നതെന്ന് ഗൗരവമായ ഒരു ചോദ്യം ഈ സീരീസ് ഉയർത്തുന്നുണ്ട്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർക്ക് നൽകുന്ന ടാർഗറ്റുകൾ എങ്ങനെയാണ് സാധാരണക്കാരന്റെ പോക്കറ്റിനെ ബാധിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഫാർമയിലെ ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ നിവിൻ പോളി, ബിനു പപ്പു, അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ എന്നിവരുടെ പെർഫോമൻസ് സീരീസിന്റെ വലിയൊരു വിജയമാണ്. ഒരു സാധാരണ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിൽ നിന്ന് കോർപ്പറേറ്റ് ലോകത്തെ ചതിക്കുഴികൾ തിരിച്ചറിയുന്ന വ്യക്തിയിലേക്കുള്ള മാറ്റം നിവിൻ പോളി വളരെ പക്വതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അമിതമായ ആക്ഷനുകളോ ബഹളങ്ങളോ ഇല്ലാതെ കണ്ണുകളിലും ശരീരഭാഷയിലും ഒക്കെ ആ ക്യാരക്ടർ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ നിവിൻ പോളി ഭംഗിയായി അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ബിനു പപ്പു ആണ്. അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ആദ്യത്തെ 2 എപ്പിസോഡിലാണ് അദ്ദേഹത്തെ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ സീരീസ് കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിനെ നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന് കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന കമ്പനിയുടെ ടാർഗറ്റുകൾക്കായി ഏത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന കർക്കശക്കാരനായ മാനേജറെ അദ്ദേഹം അങ്ങേയറ്റ് സ്വാഭാവികമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രനും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മരുന്ന് കമ്പനികളുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നായകനോടൊപ്പം നിൽക്കുന്ന ഉറച്ച നിലപാടുകളുള്ള ഒരു ഡോക്ടറുടെ ഗാംഭീര്യം അവരുടെ കഥാപാത്രത്തിന് വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്ടേഴ്സായ മുത്തുമണിയും നരയനും ഒക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് ഫാർമയെ കേവലം ഒരു ത്രില്ലർ എന്നതിലുപരി മികച്ചൊരു ഹ്യൂമൻ ഡ്രാമയാക്കി മാറ്റുന്നുണ്ട്. ഫാർമ എന്ന സീരീസിന്റെ നട്ടെല്ല് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സംവിധായകൻ PR അരുണാണ്. മലയാളം OTT പ്ലാറ്റ്ഫോമുകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മെഡിക്കൽ ത്രില്ലർ ഒരുക്കിയതിന് അദ്ദേഹം വലിയ പ്രശംസ അർഹിക്കുന്നുണ്ട്. മുമ്പ് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയി ജോലി ചെയ്തിരുന്ന ആളെന്ന നിലയിൽ ഫാർമ മേഖലയിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അങ്ങേയറ്റം സത്യസന്ധമായി അവതരിപ്പിക്കാൻ അരുണിന് സാധിച്ചിട്ടുണ്ട്. അരുൺ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. കഥയിലെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ തന്നെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ അരുണിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ കണ്ട എപ്പിസോഡുകൾ അത്രയും നല്ല വേഗതയിൽ പോയെങ്കിലും മധ്യഭാഗം തൊട്ട് കഥയുടെ വേഗത കുറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. 8 എപ്പിസോഡുകൾക്ക് പകരം കുറച്ചുകൂടെ ഒതുക്കി ഒരു 6-7 എപ്പിസോഡുകളിലേക്ക് വരുത്താമായിരുന്നെന്ന് തോന്നിപ്പോകും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ. കൂടാതെ അന്താരാഷ്ട്ര തലത്തിലുള്ള മെഡിക്കൽ ത്രില്ലറുകൾ, ഉദാഹരണത്തിന് ഡോപ്സിക് പോലെയുള്ള ത്രില്ലറുകൾ കണ്ടിട്ടുള്ളവർക്ക് വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനെതിരെയുള്ള ഒരു സാധാരണക്കാരന്റെ പോരാട്ടം എന്ന പ്രമേയം വളരെ പരിചിതമായിട്ട് തോന്നാമെന്നുള്ളതാണ്. എന്നൊക്കെ ഇരുന്നാലും യാഥാർത്ഥ്യബോധമുള്ളതും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളതുമായ ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഫാർമ മികച്ചൊരു അനുഭവം തന്നെയായിരിക്കും.